നമസ്കാരം. ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ സമുദ്ര മേഖലയിൽ അത്യന്തം ഭീതിജനകമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിൽ ഇന്ത്യയുടെ ആതിഥ്യം സ്വീകരിച്ച് പങ്കെടുത്ത ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ദേന മടക്കയാത്രക്കിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. നമ്മുടെ അതിഥിയായി വന്ന ഒരു കപ്പൽ നമ്മുടെ തൊട്ടടുത്ത് വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താണ്? പവൻ ഖേരയെ പോലുള്ള കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നമുക്ക് പരിശോധിക്കാം. ശ്രീലങ്കൻ തീരത്തു നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ ദാരുണ സംഭവം നടന്നത്. അമേരിക്കയുടെ അത്യാധുനിക മാർക്ക് 48 ടോർപിഡോ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ പൂർണ്ണമായും തകർന്നു. 87 നാവികർ കൊല്ലപ്പെട്ടതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ശത്രുരാജ്യത്തിന്റെ കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നത് ഇതാദ്യമാണെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് അവകാശപ്പെടുമ്പോൾ ഇത് വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഇറാൻ അമേരിക്ക സംഘർഷം ഏഷ്യൻ സമുദ്രമേഖലയിലേക്ക് പടരുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ പങ്ക് ചർച്ചയാകുന്നത്. IRIS ദേന വെറുമൊരു കപ്പലല്ല, മറിച്ച് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അടയാളമായിട്ടാണ് ഈ മാസം ഇന്ത്യയിലെത്തിയത്. 100-ലധികം രാജ്യങ്ങൾ പങ്കെടുത്ത ഫ്ലീറ്റ് റിവ്യൂവിൽ ഇന്ത്യയുടെ അതിഥിയായി അഭിമാനത്തോടെ പങ്കെടുത്ത കപ്പലാണിത്. ആ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ വെച്ച് ആക്രമണം നടന്നത് ഇന്ത്യയെ ഒരു ധർമ്മസങ്കടത്തിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത്, നമ്മുടെ അതിഥിയായി വന്നവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞോ? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇതുവരെ ഒരു അനുശോചനമോ വിമർശനമോ രേഖപ്പെടുത്തിയില്ല? ഇന്ത്യ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുകയാണോ? ഈ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനെ വിമർശിക്കുന്നവർ കാണാതെ പോകുന്ന ചില നയതന്ത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. നയതന്ത്രം എന്നത് വികാരപ്രകടനമല്ല, മറിച്ച് രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കരുതലാണ്. ഈ ആക്രമണം നടന്നത് ഇന്ത്യയുടെ പരമാധികാര പരിധിയിലല്ല, മറിച്ച് അന്താരാഷ്ട്ര ജലപാതയിലാണ്. അവിടെ നടക്കുന്ന ഒരു സൈനിക നീക്കത്തിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാകും. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി, അമേരിക്കയുമായുള്ള പ്രതിരോധ പങ്കാളിത്തവും ഇറാനിലെ ചബഹാർ തുറമുഖം പോലുള്ള നമ്മുടെ വലിയ നിക്ഷേപങ്ങളും ഒരുപോലെ പ്രധാനമാണ്. വൻ ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു പക്ഷം പിടിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കും. മൗനം എന്നത് ബലഹീനതയല്ല. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ടാകാം. റഷ്യ യുക്രൈൻ വിഷയത്തിൽ കണ്ടതുപോലെ ഒരു പക്ഷം പിടിക്കാതെ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ് ഇന്ത്യയുടെ എപ്പോഴത്തെയും ശൈലി. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല. ഇന്ത്യൻ മഹാസമുദ്രം ഒരു യുദ്ധക്കളമാകാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആവേശകരമായ പ്രസ്താവനകളേക്കാൾ വിവേകപൂർണമായ മൗനമാണ് ഇപ്പോൾ രാജ്യത്തിന് ആവശ്യം. ഇറാനുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ ലോകക്രമത്തെ ബാധിക്കുന്ന വലിയ തർക്കങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ്. അതേപോലെ തന്നെ ഇറാൻ യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം ഉണ്ടായപ്പോൾ ശ്രീലങ്കയാണ് നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സുരക്ഷാ ധാരണകൾ പ്രകാരം ആവശ്യമെങ്കിൽ ഇന്ത്യ തീർച്ചയായും സാങ്കേതികവും മാനുഷികവുമായ സഹായങ്ങൾ നൽകും. എന്നാൽ ഒരു പരമാധികാര രാജ്യം ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അതിലേക്ക് അനുവാദമില്ലാതെ കടന്നുകയറുന്നത് നയതന്ത്രപരമായി ശരിയല്ല. ഒരുപക്ഷെ ഇന്ത്യ ഇതിനോടകം തന്നെ ശ്രീലങ്കൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടാകാം. ഇറാനിയൻ കപ്പൽ ഇന്ത്യയിൽ വന്നത് ഒരു സൗഹൃദ നാവിക പ്രദർശനത്തിനാണ്. ആ ചടങ്ങ് സുരക്ഷിതമായി പൂർത്തിയായി. എന്നാൽ കപ്പൽ തിരികെ പോകുന്ന വഴിയിലുണ്ടായ ആക്രമണം തികച്ചും വ്യത്യസ്തമായ ഒരു സൈനിക സാഹചര്യമാണ്. അതിനെ ഇന്ത്യയിലെ ചടങ്ങുമായി ബന്ധിപ്പിക്കുന്നത് യുക്തിസഹമല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തു നടന്ന 2 വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ എടുത്തുചാടി പ്രതികരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെയും സാമ്പത്തിക താൽപ്പര്യങ്ങളെയും ബാധിച്ചേക്കാം എന്നതായിരിക്കും ഒരുപക്ഷെ സർക്കാരിന്റെ നിലപാട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ പരസ്യമായി അമേരിക്കയെ വിമർശിക്കണോ? അതോ ഇപ്പോൾ സ്വീകരിക്കുന്ന മിതമായ നിലപാട് തുടരണോ? താഴെ കമന്റ് ചെയ്യുക.